ശരിജി, പാകിസ്ഥാൻ പിച്ചച്ചട്ടി എടുക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് പാകിസ്ഥാൻ പിച്ചച്ചട്ടി എടുക്കും ഈ പോക്ക് പോവുകയാണെങ്കിൽ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. പാകിസ്ഥാൻ പിച്ചച്ചട്ടി എടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളമില്ല, ആഹാരമില്ല, അവശ്യ സാധനങ്ങളില്ല. 10,000 രൂപയ്ക്ക് കോടിക്ക് മേൽ പാകിസ്ഥാൻ കടം വാങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. പാകിസ്ഥാൻ അത് നിഷേധിക്കുന്നുണ്ട് എങ്കിലും ഈ ഭീകരരെ വളർത്താനായി ചിലവാക്കിയ പണത്തിന് തിരിച്ചടി കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാന്. അങ്ങനെ വേണ്ടി നമ്മൾ ഇതിനെ കരുതാൻ? ശരിക്കും പറയാം, പാകിസ്ഥാൻ ഇപ്പോൾ ഒരു 10,000 കോടി രൂപ കടമായിട്ട് IMFിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അങ്ങനെയാണ് ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഇതിൻ്റെയൊക്കെ വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ ഈ 10,000 കോടി രൂപയുടെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു. ഓരോ യുദ്ധവും ഓരോ രാജ്യത്തെ പിന്നിലേക്കാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെയും അതിന് സമാനമായ സ്ഥിതി ഉണ്ടായി. അതായത് യുദ്ധം തുടങ്ങിയതോടുകൂടി പാകിസ്ഥാനിൽ പെട്രോളിന് ക്ഷാമം ഉണ്ടായി, ഭക്ഷ്യസാധനങ്ങൾക്ക് ക്ഷാമം ഉണ്ടായി, അതുപോലെ തന്നെ ആളുകൾക്ക് പണിക്ക് പോകാൻ കഴിയുന്നില്ല, ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം തകർന്നു. ഇവർ പണം കൊടുത്ത് വാങ്ങിയ ആയുധങ്ങൾ പലതും തകർന്നു വീണു. അത് ചൈനയിൽ നിന്ന് വാങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞ വിമാനങ്ങൾ, അതുപോലെ ഡ്രോണുകൾ, ഇതൊക്കെ തന്നെയാണ്, മിസൈലൊക്കെയാണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പാകിസ്ഥാൻ കൊടുത്തത്. ഇതെല്ലാം തകർന്നു വീണു. ആ സമയത്താണ് വളരെ പെട്ടെന്ന് ഒരു 10,000 കോടി രൂപയുടെ ആവശ്യം ഉന്നയിച്ച് IMFിനെ സമീപിച്ചത്. IMF വായ്പയൊക്കെ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇന്ത്യ അതിനകത്ത് കയറി ഇടപെട്ടു. കാരണം ഇത്രയും നാൾ IMFും വേൾഡ് ബാങ്കും ഒക്കെ കൊടുത്ത പണം കൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് നീങ്ങിയത്. ഇപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിക്കണം, ആ കൊടുത്ത പണം എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? അതായത് ഇന്ത്യ പറയുകയാണ്, തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണയേകാൻ, ഭീകരവാദികൾക്ക് പ്രവർത്തിക്കാനുള്ള പരിശീലനം നൽകാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പണം ഉപയോഗിച്ചത്. അതായത് വേൾഡ് ബാങ്കും IMFും നൽകുന്ന പണം ആ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക്, ആ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ പാകിസ്ഥാൻ എന്താ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഭീകരവാദികളെ ആർമിയിൽ നിന്ന് കണ്ടെത്തുന്നു. അപ്പം തീവ്ര സ്വഭാവമുള്ള മത തീവ്രത വെച്ചു പുലർത്തുന്ന ആളുകളെ പതുക്കെ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യും. എന്നിട്ട് ഇവർക്ക് പരിശീലനം നൽകുന്നത് ആർമിയാണ്. ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾ എതിർക്കുന്ന, IMFും വേൾഡ് ബാങ്കും ഉൾപ്പെടെയുള്ള UN ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം എതിർക്കുന്ന ഭീകര സംഘടനകൾക്ക് ഇവർ പിന്തുണ നൽകുന്നു. ഇതിൻ്റെ വ്യക്തമായ തെളിവ് ഇന്ത്യ നൽകി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൂടം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ്റെ തലയ്ക്കടിച്ചു എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ആകെ ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു നാറിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങളുടെ സാമ്പത്തിക മന്ത്രാലയത്തിൻ്റെ X അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു, എന്നിട്ട് അതിനകത്തേക്ക് 10,000 കോടി വേണമെന്നുള്ള മെസ്സേജ് അയച്ചതാണ്, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ പണം കുന്നുകൂടിയെന്നാണോ? അവരിൽ പണമൊന്നുമില്ല, സാമ്പത്തികമായി തകർന്നു നിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യയുടെ മുന്നിൽ വീണ്ടും നാണം കെടാൻ വയ്യ. ഇന്ത്യ ചെയ്ത തന്ത്രം നമ്മൾ ആലോചിക്കണം. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചു. അവരുടെ ആക്രമണത്തെ കൂടുതലും നമ്മൾ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്തത് പണവും ആയുധങ്ങളും ഒക്കെ കൊടുത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ കുത്തിപ്പൊക്കി. അങ്ങനെയാണ് ബലൂജ് എന്ന് പറയുന്ന ഒരു രാജ്യം സ്വതന്ത്രമായി അവർ പറയുന്നത്. ആ ബലൂജിനെ സ്വതന്ത്രമാക്കിയത് ചില വൻകിട രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെയാണെന്ന് അവർ തന്നെ പറയുന്നു. എന്നിട്ട് പാകിസ്ഥാൻ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലെന്ന്. ഇനി ഇപ്പുറത്തേക്ക് ഖൈബർ പഷ്തൂൺഖ്വ മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അവിടെയും ഇന്ത്യയുടെ സഹായമുണ്ടായി, അഫ്ഗാൻ്റെ സഹായമുണ്ടായി. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ പിന്നിൽ നിന്ന് കളിക്കുകയും പാകിസ്ഥാനെ സാമ്പത്തികമായി തകരാറിലാക്കുകയും ചെയ്തു. ഇപ്പോൾ 1 കിലോ ചിക്കൻ വേണമെങ്കിൽ അതിൽ 1000 രൂപ പാകിസ്ഥാനികൾക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഭക്ഷണമില്ലാതെ അവരെങ്ങനെ മുന്നോട്ട് പോകും? അങ്ങനെ സംഭവിച്ചാൽ വൻതോതിൽ ഭക്ഷ്യസാധനങ്ങൾ, അവശ്യ വസ്തുക്കളൊക്കെ തന്നെ പാക് ആർമി സംഭരിച്ചു വെക്കും. കാരണം യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തും. ഒപ്പം അവിടുത്തെ ഭരണകൂടം ഉണ്ടല്ലോ, അതായത് പൊളിറ്റീഷ്യൻസ്, അവർക്ക് വേണ്ട സഹായങ്ങൾ, അവർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഇതെല്ലാം കരുതി വെക്കും. പക്ഷേ പാകിസ്ഥാൻ ജനത ഒന്നാകെ തെരുവിലേക്ക് ഇറങ്ങിയാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയാൽ പാക് ആർമിക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ തന്ത്രമാണ് ഇന്ത്യ ഉപയോഗിച്ചത്. അതായത് ബലൂചിസ്ഥാനിൽ ആഭ്യന്തരമായ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആർമിക്ക് അവിടെ ഒരു യുദ്ധമുഖം തുറക്കാൻ പറ്റുന്നില്ല. ആ പാകിസ്ഥാൻ ക്യാമ്പിലേക്ക് ചെന്ന് 14 പട്ടാളക്കാരെ വെടിവെച്ചു വന്നു. ഇപ്പുറത്തേക്ക് പഞ്ചാബ്, സിന്ധ് മേഖലകൾ സമ്പദ് സമൃദ്ധമായ രീതിയിൽ അവർ അടച്ചുപൂട്ടിയിരുന്ന് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ അവസ്ഥയിലാണ് പാകിസ്ഥാനിലെ ജനങ്ങളെ ഒരു ആഭ്യന്തര കലാപത്തിന് പ്രേരിപ്പിക്കും വിധം ഇന്ത്യ എല്ലാ കാര്യങ്ങളും പുറത്തു പറയുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ശരിയാണ്, ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പണമാണ് കൃത്യമായിട്ട് പാകിസ്ഥാൻ ഭരണകൂടം എടുത്ത് അവരുടെ ആഡംബര ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഈ പാകിസ്ഥാൻ ആർമിയിലെ ഉദ്യോഗസ്ഥർക്ക്, രാഷ്ട്രീയക്കാർക്കൊക്കെ വിദേശ രാജ്യങ്ങൾ വൻതോതിൽ നിക്ഷേപമുണ്ട്. ഇത് എവിടെ നിന്നാണ്? ഇത്തരത്തിൽ വായ്പയായി മേടിക്കുന്ന പണമാണ്. അപ്പോൾ വായ്പ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ വലിയ കടക്കണിയിലുമാണ് ആ രാജ്യം. എന്നിട്ടാണ് വീണ്ടും പണം ചോദിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ആർമി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ മുങ്ങിയെന്ന് പറയാം. ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി എവിടെ? അവർക്കറിയില്ല. ഈ അസീം മുനീർ എന്ന് പറയുന്ന
ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിയായി സൈനിക മേധാവി എവിടെയാണ് അറിയില്ല. അപ്പോൾ ഇവരെ കൃത്യമായി നിയന്ത്രിക്കാൻ പോലും ആളില്ലാതെ വന്നാൽ പാകിസ്ഥാൻ ജനങ്ങൾ കലാപവുമായിട്ട് തെരുവിലിറങ്ങും. അങ്ങനെ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാന് പുറത്തുനിന്നുള്ള ഇന്ത്യൻ ആക്രമണത്തെ നേരിടണം, ആഭ്യന്തരമായുള്ള പ്രശ്നത്തെ നേരിടണം. അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരികയും പരസ്പരം ആളുകൾ ഏറ്റുമുട്ടുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇത്രയും കാലം പാകിസ്ഥാനെ മുന്നോട്ട് നയിച്ചത് മതമായിരുന്നു, മറ്റൊന്ന് സൈന്യമായിരുന്നു. ലോകം മുഴുവൻ പറയുന്നുണ്ട് ഓരോ രാജ്യത്തിൻ്റെ അഭിമാനം ഞങ്ങളുടെ സൈന്യമാണ്, ഞങ്ങളുടെ രാജ്യത്തിനൊരു സൈന്യമുണ്ടെന്ന് പറയും. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഞങ്ങളുടെ സൈന്യത്തിന് ഒരു രാജ്യമുണ്ട് എന്ന് പറഞ്ഞാൽ സൈന്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ പോലും ഇന്ന് വരെ കാലാവധി പൂർത്തിയാക്കാൻ പാകിസ്ഥാനിൽ സാധിച്ചിട്ടില്ല. അതിനു മുമ്പ് അട്ടിമറി നടത്തുകയോ അല്ലെങ്കിൽ ആ സർക്കാരിനെ വലിച്ച് താഴെയിടുകയോ ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ IMF പോലെയുള്ള, വേൾഡ് ബാങ്ക് പോലെയുള്ള സഹായം നൽകുന്ന സംഘടനകളൊന്നും തന്നെ പാകിസ്ഥാന് പണം നൽകരുതെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ സഹായം ഇനി നൽകിയാലും പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തുകയുള്ളൂ. അവിടുത്തെ ജനങ്ങളുടെ, ഇപ്പോൾ സിനിജി നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അവശ്യ സാധനങ്ങൾക്ക് വില കൂടി. ഇവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് നെയ്യ് എന്ന് പറയുന്നത്. ഒരു കിലോ നെയ്ക്ക് 2865, 100 ഗ്രാമോ 1 കിലോയാണ്, എനിക്ക് കൃത്യമായി അറിയില്ല. പഞ്ചസാരയ്ക്ക് 600 രൂപയാണ് 1 കിലോ പഞ്ചസാരയ്ക്ക്. നമ്മുടെ നാട്ടിലൊക്കെ 50 രൂപയോ 40 രൂപയേ ഉള്ളൂ, അവിടെ 600 രൂപയാണ് 1 കിലോ പഞ്ചസാരയ്ക്ക്. ഇനി വെള്ളം പോലും പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ. കാരണം സിന്ധു നദീജലം അടച്ചു കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പകുതി കുറഞ്ഞു വരികയാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. കാർഷിക മേഖലയെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജനജീവിതത്തെ വളരെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. പക്ഷേ എന്നിട്ടും ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്നു പലയിടത്തും ഡ്രോണുകൾ വിടുന്നു, പലയിടത്തും മിസൈലുകൾ അയക്കുന്നു, ഇതിനെയൊക്കെ ഇന്ത്യ പ്രതിരോധിക്കുന്നു. എങ്ങനെയും ഇന്ത്യയെ ആക്രമിക്കുക, അതിനെ പണം വാങ്ങുക. ഇപ്പോൾ ഇന്നലെ പറയുന്നത് കേട്ടു സൈനികർ മടുത്തു ഈ യുദ്ധം ചെയ്ത്, അതുകൊണ്ട് ഭീകരരെ സഹായത്തിനായി വിളിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇങ്ങനൊരു രാജ്യത്തേക്ക് ആരെങ്കിലും പണം കൊടുക്കാൻ തയ്യാറാകുമോ? കാരണം തിരിച്ചടയ്ക്കാനുള്ള കഴിവ് കൂടെ വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അത്രത്തോളം അധപ്പതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാകിസ്ഥാൻ കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെടുന്നത് ഭീകരവാദത്തെ വീണ്ടും വളർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ തിരിക്കുക എന്നുള്ളതാണ്. കാരണം അവിടുത്തെ യുദ്ധക്കോപ്പുകളോ ആയുധങ്ങളോ ഒന്നും പിന്നെ ഇന്ത്യക്ക് മേൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും വളരെ അധപ്പതനത്തിലേക്ക് പോവുകയാണ്. പാകിസ്ഥാന്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് വരെ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ നിർണായകമായ നീക്കം നടത്തുന്നു. ഇന്ത്യ അവരെ തകർത്തു വാരുന്നു. ഒരു കാരണവശാലും ലോക രാജ്യങ്ങളിൽ നിന്ന് ഒരു സഹായവും പാകിസ്ഥാന് കിട്ടരുത്. അപ്പോൾ ഇന്ത്യക്കെതിരായുള്ള ആക്രമണത്തിൻ്റെ കുന്തമുനയെല്ലാം ഒടിയും. ഇവിടെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകും. ഇത്തരത്തിലുള്ള നീക്കം നടത്താനായിട്ട് ഇന്ത്യ തന്ത്രപരമായ നീക്കം നടത്തുന്നതാണെന്ന് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ എക്സ്പോസ്റ്റ് ആരോ ഹാക്ക് ചെയ്യുകയും ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുകയും ചെയ്യുകയാണെന്ന്. പക്ഷേ ഇന്ത്യ ചോദിച്ചിട്ടുണ്ട്, ഇത്രയും നാൾ IMF നൽകിയ പണം, ഇത്രയും നാൾ വേൾഡ് ബാങ്ക് നൽകിയ പണം, ഈ പണം പാകിസ്ഥാൻ ആർക്ക് വേണ്ടി വിനിയോഗിച്ചു? ഏത് മേഖലയിലേക്കാണ് വഴിതിരിച്ചു വിട്ടത്? സൈനിക മേഖലയിലെ ആവശ്യങ്ങൾക്കാണോ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണോ ഉപയോഗിച്ചത്? അതിനൊരു കണക്ക് വേണമല്ലോ. നമ്മൾ ഓഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ഇത്തരത്തിൽ കണക്ക് മുന്നോട്ട് വെക്കണമെന്ന് ഇപ്പോൾ IMF പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. യുദ്ധത്തിൻ്റെ കെടുതിയിൽ വലയുന്ന, യുദ്ധത്തിൻ്റെ ടെൻഷനിൽ നിൽക്കുന്ന പാകിസ്ഥാന് ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മുങ്ങി നിൽക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെ ഈ കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിയും? അല്ലെ ഇത് കണക്ക് നൽകാൻ കഴിയും? ശരിക്കും പറഞ്ഞാൽ ഓരോ രാജ്യവും സാമ്പത്തിക സഹായമായി നൽകുന്ന പണം അവിടുത്തെ ആർമിയിലെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുടെ പങ്കുവെച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അഴിമതി പണമായി മാറുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അവിടെ പ്രയോജനമില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയുടെ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ സൈനികരും അതുപോലെ തന്നെ ഈ ഭരണകൂടവും അവരെ അവഗണിക്കുന്നു. പക്ഷേ ധാതു സമ്പന്നമായ അവിടെ നിന്ന് കിട്ടുന്ന ഈ മിനറൽസ്, മെറ്റൽസ് ഇവയെല്ലാം തന്നെ ഖനനം ചെയ്ത് പാകിസ്ഥാൻ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അത് പഞ്ചാബിൻ്റെയും സിന്ധിൻ്റെയും വികസനത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ സിന്ധു നദീജല കരാർ ഇത് റദ്ദാക്കപ്പെടുന്നു. അത് റദ്ദാക്കപ്പെടുന്നതോടുകൂടി കുടിവെള്ളം പോലും ഇല്ലാതാകുന്നു. കാർഷിക മേഖല സ്തംഭിച്ചു പോകുന്നു. പഞ്ചാബ് മേഖലയുടെ, സിന്ധു മേഖലയുടെയൊക്കെ GDPയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന കൃഷിയാണ്. പാകിസ്ഥാൻ്റെ മൊത്തം GDPയുടെ 30% ഈ പഞ്ചാബ് സിന്ധു മേഖലയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യും? കൃഷി ചെയ്യാൻ പറ്റത്തില്ല, കുടിവെള്ളമില്ല, അവരുടെ ഓരോ പ്രവർത്തനത്തിനും സഹായമില്ല. ഇനി വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ ബ്ലാക്ക് ഔട്ട് നടത്തുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി മൊത്തം ഓഫ് ചെയ്തിട്ട് വാഹനങ്ങളുടെ ലൈറ്റ് പോലും അണച്ചിട്ട് അവരുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്താതിരിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക. പക്ഷേ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്
എന്താ, അവിടെ നിലവിൽ വൈദ്യുതി പോലും ഇല്ലാതാകുമ്പോൾ അവിടെ ബ്ലാക്ക് ഔട്ട് ഒന്നും വേണ്ട, ഫുൾ ടൈം അന്ധകാരത്തിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ അവരെ നേരിടാൻ അല്ലെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ച് എപ്പോഴെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴാണ് IMF-ലൂടെ ഇന്ത്യ അവരുടെ തലയ്ക്കടിക്കുന്ന ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അപ്പോൾ വേൾഡ് ബാങ്ക് ഇനി സഹായിക്കില്ല, IMF സഹായിക്കില്ല, മാത്രമല്ല ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് പാകിസ്ഥാനെ സഹായിക്കില്ല. എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ കംപ്ലീറ്റ് തകർന്നു. കാർഷിക മേഖലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ജനങ്ങൾ പട്ടിണിയും പരിവട്ടവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നു. പാകിസ്ഥാനിൽ അടുത്ത ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.